നോക്കിയാണ് എന്റെ കൂരയും പൊത്തോണ്ട്. എടി മേരി ഇങ്ങോട്ട് പാടി. എന്താ ക്ലിറ്റ് സെറ്റാ വിളിച്ചത്? നിന്റെ സൗന്ദര്യം കാണാൻ. ആണോ? എന്നാ ഒരു മിനിറ്റ്. ക്രീമും പൗഡറും ഇട്ട് സൗന്ദര്യം കൂട്ടാനാ? അയ്യോ, ഒരു ചരിവം കിട്ടോ? എന്തിന്? നിന്റെ ഒഴുകി പോണ സൗന്ദര്യം പിടിച്ചു വയ്ക്കാൻ. ഓവർഫ്ലോയാ. എടി സെലക്കാരനോട് എന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാണ് വന്നേന്ന്. നൈറ്റ് ഡ്യൂട്ടി പറയുന്ന കേട്ടാ തോന്നുന്നു ഏതോ കൊമ്പത്തെ പോലീസ് ഓഫീസറാന്ന്. മനുഷ്യ, നിങ്ങളുടെ പണി മോഷണമല്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്തോന്നറിയാനാ? എടി ഞാൻ മോഷണം കഴിഞ്ഞു വന്നാ എനിക്ക് വെറും വലിയൊരു കട്ടൻ ചായ വേണമെന്ന് എനിക്ക് അറിയില്ലേ? കട്ടൻ ചായക്ക് തേയിലയും പഞ്ചാരയും ഇല്ല. ചൂടുവെള്ളം ആയാലും മതി. ഗ്യാസ് ഇല്ല. ആര് പറഞ്ഞു ഗ്യാസ് ഇല്ലെന്ന്? മനുഷ്യ, നിങ്ങൾ ഈ കടാപ്പുറത്ത് കള്ളൻ എന്ന പേരല്ലാതെ ഈ വീട്ടിന് വല്ല ഉപകാരം ഉണ്ടോ നിങ്ങളെ കൊണ്ട്? ഓരോരോ കള്ളന്മാരുടെ വീട്ടിലോട്ടൊക്കെ ചെന്ന് കേറണം. എന്നാ സുഖസൗകര്യങ്ങളാന്നറിയാവോ? അവർക്കൊക്കെ വല്ല കുറവുണ്ടോ? എടി ജീവിക്കാൻ നിവർത്തിയില്ലാന്ന് ചോദിച്ചാൽ വേറെ എന്ത് കുറവാണ്ടി നമുക്കുള്ളത്? ഈ മോഷണം എന്ന് പറഞ്ഞ പണിയെ നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. മോട്ടിച്ചോണ്ട് വരുന്നതോ 10 പൈസക്ക് ഗുണമില്ലാത്ത സാധനങ്ങള്. അതുകൊണ്ടേ ഈ മോഷണമൊക്കെ നിർത്തിയിട്ട് വല്ല പണിക്കും പോ. എടി എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഞാൻ വലിയൊരു കളക്ടർ ആവണമെന്ന്. അതുകൊണ്ടല്ലേ ഈ പാതിരാത്രി ഓരോരോ വീടും കുത്തി തുറന്ന് അവിടെ ഓരോരോ സാധനങ്ങൾ കളക്ട് ചെയ്തോണ്ട് വരുന്നത്. എന്നിട്ട് നിങ്ങളുടെ അപ്പം കളക്ടർ എന്തിയേ? അതൊരു വലിയ കളക്ഷൻ കഴിഞ്ഞപ്പോ സെൻട്രൽ ജയിലിൽ കിടക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ വീട്ടിലെ കറണ്ടും വാട്ടറും എല്ലാം കട്ട് ചെയ്തു. എന്തിനാടി നീ വിഷമിക്കുന്നത്? മോളി സൂര്യയില്ലേ? കടലിൽ നിറച്ച് വെള്ളമില്ലേ? പിന്നെ എന്തിന്റെ കറണ്ടും വെള്ളവും? അയ്യോ, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോ തീരാനാ മനുഷ്യ? നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരോടി. ഞാൻ ഇവിടെ ഒരു വലിയ മോഷണം ചെയ്തിട്ട് ആ പൈസ കൊണ്ട് ഞാൻ ഗൾഫിൽ പോകും. ഗൾഫിൽ പോയിട്ട് അവിടെ ഒരു വലിയ മോഷണം ചെയ്തിട്ട് തിരിച്ചു വരും. അവിടുന്ന് മോട്ടിച്ചോണ്ട് പിന്നെ ഇങ്ങോട്ടും നിന്നെ കെട്ടിയെടുക്കുന്നേ? കക്കാൻ പഠിച്ചാ നിക്കാനും പഠിക്കണോ? അയ്യോ, നിങ്ങൾ മോട്ടിക്കുമ്പോഴേ ഒന്നും കിട്ടാത്ത എന്തുകൊണ്ടാന്നറിയാവോ? എന്തുകൊണ്ട്? നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട്. ഞാൻ എങ്ങനെയാണ് എന്നോട് സഹായിക്കാൻ ഒരുത്തനെ നിർത്തുന്നത്? അതെന്ത്? എന്നോട് സഹായിക്കാൻ നിൽക്കുന്ന കള്ളനാണോ എന്ന് അങ്ങനെ അറിയാൻ പറ്റും. പറയുന്ന ആള് പിന്നെ മജിസ്ട്രേറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇന്നലെ ഒന്നും കിട്ടിയില്ലേ? ഇന്നലെ ഞാൻ പോയതേ ഒരു മന്ത്രവാദിയുടെ വീട്ടിലാടി. മന്ത്രവാദിയുടെ? എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ മന്ത്രവാദി ഏറി നിൽക്കുന്നു. അതെങ്ങനെ? നീ ഞാനും തമ്മിൽ വഴക്കൂടുമ്പോ നീ എന്നെ നിർത്തൂലേ? അതുപോലെ ഏറി നിൽക്കുന്നു. അങ്ങനെ? എന്നിട്ടെന്ത്? ഞാൻ പേടിച്ച ഒറ്റ ഓട്ടം കൂടി. അപ്പൊ ഇന്നലെ ഒന്നും മോട്ടിച്ചില്ല. ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ പോയി എന്തെങ്കിലും മോട്ടിക്കാതെ ഇങ്ങോട്ട് വരുവാടി. ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചിന് കളിക്കാനുള്ള ഒരു കളിപ്പാട്ടം കൊണ്ടാണ് ഞാൻ വന്നത്. കളിപ്പാട്ടോ? കൊച്ചിനെ ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? അയ്യോ, തലയോട്ടിയായിരുന്നു. ഇത് തടവി നോക്കിയപ്പോ ഞാൻ വെച്ച് മുട്ടയടിച്ച ബൊമ്മയായിരിക്കും. എന്റെ പൊന്ന മനുഷ്യ, അപ്പൊ നിങ്ങൾ വേറൊന്നും കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നടി. നീ ചോദിക്കൂന്ന് എനിക്ക് അറിയായിരുന്നു. നിനക്ക് ഇതൊന്നും പോരല്ലോ. നോക്ക്, നല്ല ചെമ്പ് കുടം. എങ്ങനെ പോയാലും ഒരു 10-500 രൂപ കയ്യിലിരിക്കും. എന്തൊരു തേങ്ങയാണ് കരിക്കാണെന്നാണ് കുളിക്ക് നോക്കണത്? നല്ല മനുഷ്യ, പിന്നെ ഇതിന് നല്ല കനമുണ്ട്. മാത്രമല്ല ഇതിനകത്ത് എന്തോ കുലുങ്ങുന്നുണ്ട്. നമുക്ക് തുറന്നു നോക്കിയാലാ? പിടിക്കാം. ഇങ്ങനെ കടന്നു ചിരിക്കാൻ ഞാൻ കൗണ്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ ഫസ്റ്റ് എൻട്രി എന്നെ അങ്ങ് നശിപ്പിച്ച് കൈ തന്നു. പിന്നെയും ചിരിക്കുന്നു. ആരാ? ഞാനാ. പേരെന്താ? ലക്ക 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 ലക്ക. നല്ല പേര്. ഞാൻ ചൈനീസ് ഭൂതം. എന്തൊരു പേര്! സത്യം പറ, നിങ്ങൾ ഭൂതം തന്നെ. എന്റെ അമ്മയാണ് മക്കളാണ് തരും ഞാൻ ചൈനീസ്. താടി കണ്ടിട്ട് മനസ്സിലായില്ല? അല്ല, ഈ ഭൂതം എന്നൊക്കെ പറയുമ്പോഴേ ഈ വെളുത്ത് ചുവന്ന ആപ്പിള് പോലെയല്ലേ ഇരിക്കുന്നേ? ഇതെന്താ ഇങ്ങനെ? ഞാൻ ചുമന്ന് കൊടുത്ത ആപ്പിള് പോലെ തന്നെ ഇരുന്നത്. ഈ ചെമ്പോടത്തിനകത്ത് ഇരുന്നിട്ടേ അതിന്റെ ക്ലാവ് പിടിച്ച് കറക്റ്റ്. ഇനി വേണം ഒന്ന് അടിച്ച് കുളിക്കാൻ. 2000 വർഷമായി കുളിച്ചിട്ട്. അയ്യേ, ചൊറിയൊക്കെ നോക്ക്. കണ്ടാ അറിയാൻ തലയിൽ പ്യാൻ പിടിച്ചു കിടക്കുന്നു. നിങ്ങളാണ് ഞാൻ സ്വതന്ത്രനാക്കിയത്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് 3 ആഗ്രഹവും ഞാൻ സാധിച്ചു തരും. ഞാൻ നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടാകും. അല്ല, ഭൂതം കല്യാണം കഴിച്ചില്ലേ? ഞങ്ങൾ ഭൂതങ്ങൾ കല്യാണം കഴിക്കാറില്ല. അതെന്താ? ഒരു ഭൂതവും ജീവിതാവസാനം വരെ അടിമപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കാറില്ല. അത് മാത്രമല്ല, ഞാനൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. അതാരാണ്? അതൊരു വലിയ നീണ്ട കഥയാണ്. അതൊക്കെ കൊല്ലത്തല്ലേ? എന്തോന്ന് നീണ്ട കരയല്ല, നീണ്ട കഥ. അത്രയും നീട്ടാനുള്ള സമയമില്ല. കുറച്ച് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ചുരുക്കി പറയാം.
ഞാൻ അലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി കടുത്ത പ്രണയത്തിലായിരുന്നു. ഓ, അത് കോമഡി മാസ്റ്റേഴ്സിലെ ആങ്കർ അല്ലേ? ഇത് അലീന. അലീനയുടെ അച്ഛൻ ഞങ്ങളുടെ പ്രണയത്തിനെതിരായിരുന്നു. അവൾ പോകുന്ന വഴിയിലൂടെ എല്ലാം ഞാൻ അവളെ കുറിച്ചുള്ള പാട്ട് പാടി നടക്കുമായിരുന്നു. ഇനി ബാക്കി പറ. ബാക്കി ഇനി എന്തോന്ന് പറയാൻ? നിങ്ങൾ കണ്ടല്ലേ ദേവദൂത സിനിമ? മോളാണെങ്കിലും പിള്ളപ്പിന് ഒരു കുറവുമില്ല. നിനക്ക് വല്ല കഴിവുണ്ടാണ്? ഞാൻ ആടിനെ പട്ടിയാക്കും. ഓ, അത് കേരളത്തിൽ സാധാരണ നടന്നു വരുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഏത് മൂന്നാഗ്രഹവും ചോദിക്കൂ, ഞാൻ അത് സാധിച്ചു തരാം. ഞാൻ നിങ്ങളോട് കൂടെ കാണും. എന്നാ ക്ലീറ്റസേട്ടാ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഓ, കൂടെ ഞാനും വരാം. നീ കുളിക്കാൻ പോരട്ടെ. നീ കുറച്ച് കഴിഞ്ഞ് കുളിച്ചാ മതി. ഡേയ്, നമ്മൾ കിടന്ന് ഉറങ്ങിയാലോ? നിങ്ങൾ കടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് ജനിക്കാതെ പോയ കുട്ടിയെ പോലെ ഞാനും നടുക്കുണ്ടാവും. അയ്യോ, ഇള്ള പിള്ള. നിങ്ങൾ ആഗ്രഹം ചോദിക്കൂ. ദൈവമേ, എന്റെ ഈ തലവേദന ഒന്ന് മാറ്റി തരണേ. ഒരാഗ്രഹം സാധിച്ചു തന്നിരിക്കുന്നു. താങ്ക്സ്. എന്റെ വേറൊരു തലവേദന കൂടെ മാറ്റി തരൂ. മനുഷ്യ, നിങ്ങൾ വെറുതെ മണ്ടത്തരം എഴുന്നള്ളിക്കാതെ. ഭൂതമേ, എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വേണം. അതിനെന്താ? അപ്പൊ നിനക്ക് കഴിവുണ്ടല്ലേ? നിങ്ങളോട് അവസാനത്തെ ഒരേ ഒരു ആഗ്രഹം കൂടി എന്നോട് ചോദിക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കൂടില് മാറ്റിട്ട് വലിയൊരു കൊട്ടാരം വേണം. അതിനെന്താ? എടാ കിഴങ്ങൻ ഭൂമേ, കടലിന്റെ നടുക്കാണ് കൊണ്ട് കൊട്ടാരം വെക്കുന്നത്. എടാ, നിനക്ക് പ്ലാൻ വരച്ച് കൊട്ടാരം പണിയാനേ ഞാൻ സിവിൽ എഞ്ചിനീയർ അല്ല. അത് മാത്രമല്ല, കടലിലുള്ള ആദ്യത്തെ കൊട്ടാരം ഈ ലോകത്തിലെ ആദ്യമായി ഇതാണ്. ആണോ? എന്നാ ഇത് മതി ചേട്ടാ, നമുക്ക് കൊട്ടാരത്തിലൂടെ ഒഴുകി നടക്കാലോ. കടലിൽ നിന്ന് കരയിലോട്ട് വരാൻ വല്ല വഴിയും വേണ്ടേ? അതെങ്കിലും തിരുത്താ. ആ, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് എന്റെ കൊട്ടാരമാണെന്ന് 4 പേര് അറിയണം. അതുകൊണ്ട് ഇതിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെക്കണം. ക്ലിറ്റസ് ഈ കൊട്ടാരത്തിന്റെ ഐശ്വര്യം. അങ്ങനെ ആകട്ടെ. സന്തോഷമായില്ലേ? ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തന്നല്ലോ. സന്തോഷമായോന്നൊക്കെ ചോദിച്ചാ ഒരു 2 ആഗ്രഹം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ അണ്ണാ. അത് എന്നെ കൂടെ തരുമോ? അത് ഒരിക്കലും നടക്കില്ല. അത് മാത്രമല്ല, ഇന്ന് എന്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്ന ദിവസമാണ്. എക്സ്പയറി ഡേറ്റ്? ഒരു ഭൂതം എന്ന നിലയിൽ എന്റെ എല്ലാ ശക്തിയും ക്ഷയിക്കുന്ന ദിവസമാണിന്ന്. അപ്പൊ ഈ കൊട്ടാരം ആഭരണം ഇതെല്ലാം ചൈനീസ് കൊട്ടാരവും ചൈനീസ് ആഭരണങ്ങളുമാണ്. ഞാൻ പോയാൽ ഇതും പോവും. കേട്ടിട്ടില്ലേ? ചൈനീസ് ആഭരണങ്ങൾക്ക്